നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് സംശയം. എന്ത് പ്രശ്നം? അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാത്തത് എന്താ? ചോദിക്കാനല്ലേ പറ്റൂ. അവൾ ഉത്തരം പറയാതെ നമുക്കെങ്ങനെ അറിയാനാ? ഒന്ന് രണ്ട് തവണ ഞാൻ ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറിയതുപോലെ എനിക്ക് തോന്നിയത്. അതായത് ഒന്നും വിട്ടു പറയുന്നില്ല. നിങ്ങൾ കൂടി വന്നിട്ട് രവി സാറിനെ വിളിച്ച് കാര്യം തിരക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഏയ്, മോൾ അത്രമേൽ വിളിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കേണ്ട കാര്യമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അതുകൂടെ പറ. ഞാൻ ആലോചിക്കുന്നത് നാളെ നമുക്ക് രവി സാറിന്റെ വീട്ടിൽ ചെന്ന് രവി സാറിനെ നേരിട്ട് കണ്ടാലോ എന്നാ. ഇനി നമ്മുടെ മോളുടെ പ്രശ്നമാണെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തുകയും ചെയ്യാലോ. ഹേയ്, മോളുടെ പക്ഷത്തുനിന്ന് എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അവളെ ഈ സരോജം വളർത്തിയ പെൺകുട്ടിയാ. തെറ്റും കുറ്റം ഒന്നും ചെയ്യില്ല. ഓ, ദേ തുടങ്ങി തള്ളി മറക്കല്. തെറ്റും കുറ്റവും ചെയ്യാതിരിക്കാൻ നിന്നെയും മോളെയും സ്വർഗരാജ്യത്ത് നിന്ന് നൂലി കെട്ടി ഇറക്കിയതാണല്ലോ. എന്റെ സരോജം, നീ ആദ്യം നിന്നെയും നമ്മുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി വേണം പെരുമാറാൻ. അഥവാ നാളെ നമ്മളവിടെ പോവുകയാണെങ്കിൽ അത് മോളും രവിസാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാ. അതല്ലാതെ അവിടെ ആ രാജലക്ഷ്മി അമ്മയും രേഖാമാടും വല്ലതും പറയാമെന്നാ. നീ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് സാരം. ഓ, അവരെന്ത് പറയാനാ? അഥവാ എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാലും പണ്ടത്തെ ആ കള്ള ഗർഭത്തിന്റെ കാര്യം പറഞ്ഞേ ഞാൻ അവരുടെ വായടപ്പിച്ചോളാം. നിങ്ങളൊന്നും മിണ്ടാ നിന്നാ മതി. അയ്യോ, തൊലയ്ക്കവള്. എന്റെ പൊന്നു സരോജം, ബാംഗ്ലൂര് പോകാൻ നേരം നമ്മുടെ മോള് അവരെ തല്ലിയെന്ന് ഗായത്രി അമ്മ പറഞ്ഞത് നീയും കേട്ടതാണല്ലോ. അപ്പൊ അവരെക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് നമ്മുടെ മോളാ. അതൊക്കെ അവര് ക്ഷമിക്കുന്ന പോലെ അവര് നമ്മളെ വല്ലതും പറഞ്ഞാൽ നമ്മളൊന്നും ക്ഷമിക്കണം. അത്ര തന്നെ. മനസ്സിലായ? ഓ, അത് നമുക്ക് അപ്പ ആലോചിക്കാം. എങ്കിലും അവൾക്കിത് എന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നീലഹസ്തിന്ന് തിരികെ വന്നതിന് ശേഷം ഈ മാറ്റം മുഴുവൻ. എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തേതിന് ശേഷം മോളും രവിസാറും ഒക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് പോലെ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അവള് ബാംഗ്ലൂർക്ക് പോകാതിരുന്നതും സാർ അവളെ തിരിച്ചു കൊണ്ടുവന്നതും. നമ്മളറിയാതെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കത് നേരിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. നാളെ തന്നെ. ഈ കുടുംബത്തിൽ നിന്ന് പോയ പണം ഇതേ കുടുംബത്തിൽ തന്നെ തിരികെ എത്തിയതുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് എന്ന വിഷയത്തെ ചൊല്ലി ഇനി ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ അതിന്മേലൊരു ചർച്ച ഉണ്ടായാൽ ഈ കാര്യങ്ങളെല്ലാം ആദ്യം അറിയാൻ പോകുന്നത് രവിചന്ദ്രവർമ്മൻ സാർ ആയിരിക്കില്ല, രഘുചന്ദ്രവർമ്മൻ സാർ ആയിരിക്കും. രേഖ മാഡത്തിന്റെ ഹസ്ബൻഡ് തന്നെ. സ്വന്തം കമ്പനിയിലെയും വീട്ടിലെയും പണം തന്നെ മാഡവും അമ്മയും ചേർന്ന് കൈയിട്ട് വാരിയെന്നറിഞ്ഞ രഘുചന്ദ്രവർമ്മൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയണ്ടല്ലോ. നേരത്തെ മാഡത്തിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഹാളില് കുളിപ്പിച്ച് കോടിമുണ്ട് പുതപ്പിച്ച് കിടത്താൻ പോകുന്നതേ രേഖ മാഡത്തിനെ ആയിരിക്കും. അതുകൊണ്ട്
ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ച എല്ലാവർക്കും നല്ലതാണെന്ന് സാരം. അപ്പൊ പോട്ടെ ശ്രീലക്ഷ്മി മാഡം, കാണാം നമുക്ക്. ഹലോ, ഗുഡ് സ്ക്രിപ്റ്റ്, ഗുഡ് പ്രസന്റേഷൻ. നിന്റെ തിരക്കഥ എഴുത്തിനെയും അഭിനയത്തിനെയും സമ്മതിച്ചു തന്നിരിക്കുന്നു. സാന്ദ്രയും രാജാറാമിനെയൊക്കെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി നിന്റെ ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കളിയുണ്ടല്ലോ, അതിനായുസ് കുറവാ. നീ ഓർത്തോ, ഇനി അങ്ങോട്ട് ഈ വർമ്മൻ വില്ലയിൽ മൂത്ത മരുമകളും ഇളയ മരുമകളും തമ്മിലുള്ള യുദ്ധമാണ് ആരംഭിക്കാൻ പോകുന്നത്. വർമ്മൻ വില്ല ഫാമിലിയിലെ പെൺ പോരാട്ടം. നീ ഒരുങ്ങിയിരുന്നോ? ആര് ജയിക്കുമെന്ന് കാണിച്ചു തരാം ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.